അങ്ങാടി വീതി കുറവാണ്. ബസ് പോയാൽ പിന്നെ ഒരാൾക്ക് മാറി നിൽക്കാൻ സ്ഥലമില്ല. വലിയ ബസ് വന്നിട്ട് പിന്നെയാണ് ആ റോഡ് വന്നത്. ഇപ്പുറത്ത് കൂടെ റോഡ് വന്നിട്ടുണ്ടല്ലോ പാലത്തിന്റെ അവിടുന്ന്. ആ റോഡ് വന്നത് പിന്നെയാണ്. ആ ബസ് പോകാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആ റോഡ് വന്നത്. എന്നുവെച്ചാൽ ഇത് വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവൻ റോഡിലിട്ടാണ് ഉണക്കുക. പിന്നെ ഇത്ര അധികം ബസ്സും ഇല്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഒരേ ബസ്സല്ലേ പോകണല്ലോ. പാവർട്ടി തൃശ്ശൂരാണത്. ആ ബസ് അതിലേ പോവുക. അങ്ങനെ പോയിട്ട് തൃശ്ശൂർ പോയിട്ട് അത് മടങ്ങി പിന്നീടാണ് ആ റോഡ് വന്നത്, മറ്റേ റോഡ് വന്നത്. ആ റോഡ് വന്നപ്പോൾ പിന്നെ അതിൽ വന്നിട്ട് പോൾമാഷ പടിയുടെ അവിടെ ഒരു കച്ചവടം അവിടെ അങ്ങാടിയിൽ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. അവിടെ ഒരു CP മത്തായി, പിന്നെ ഉണ്ടായിരുന്നൊരു വാരണക്കുട്ടി വൈദ്യര്. വാരണക്കുട്ടി വൈദ്യരെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത് പഴയ ആയുർവേദ ഡോക്ടറാണ്. അന്ന് ആയുർവേദം പഠിച്ചവരവിടെ ആരുമില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷത്തിൽ പഴയ ആയുർവേദ ഡോക്ടറാണ്. എൻ്റെ കാൽമലൊക്കെ ഒരു അസുഖം ഉണ്ടായിട്ട് ഇത് ചില്ല് കൊണ്ടിട്ട് പൊളിഞ്ഞിട്ട് അയാളാണ് സോക്കടയൊക്കെ മാറ്റിയിട്ട് ആ ഇഞ്ചക്ഷനൊക്കെ എടുത്തത്. അന്ന് പുതിയ ഇഞ്ചക്ഷനൊക്കെ വന്ന സമയമാണ്. നമ്മുടെ പെൻസിൽ ഇഞ്ചക്ഷൻ വന്ന സമയമാണ്. അന്ന് പെൻസിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഉണക്കിയത് അയാളാണ്. വെടിക്കെട്ടൊക്കെ എങ്ങനെയായിരുന്നു? വെടിക്കെട്ട് അന്ന് നല്ല വെടിക്കെട്ടല്ലേ. അവിടെ പാലത്തിന്റെ അവിടുത്തെ ചായപ്പീടിയ. ആ ചായപ്പീടിയ ഇറക്കി കെട്ടിയിട്ടുണ്ടാണ്ട് പള്ളിയുടെ പെരുന്നാളവ് കാരണമുണ്ട്. ഇവൻ വാണം വിട്ടപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് മേപ്പിട്ട് നോക്കിയതാണ്. അത് ആ വാണം കുറ്റി അങ്ങനെ പൊട്ടാതെ കണ്ടിട്ട് വന്നിട്ട് പിന്നെ കണ്ണിലാ വീണു. ഏതോ വലത്തെ കണ്ണ ഇരത്തെ കണ്ണെന്ന് അറിയില്ല, ഏതോ ഒരു കണ്ണിൽ വീണു. ആ കണ്ണ അങ്ങനെയാണ് പോയി. അതോടുകൂടി മറ്റേ കണ്ണും പോയി, അവൻ മരിക്കുകയും ചെയ്തു. അതാണ് സംഭവം. കണ്ടിട്ടുണ്ട്, ശവം കണ്ടിട്ടുണ്ട്. നല്ല വലിയ വെടിക്കെട്ടാണോ? ആ വെടിക്കെട്ട് അല്ലെങ്കിൽ ആ വെടിക്കെട്ട് അവിടെ വീണില്ലെങ്കിൽ ആ ചായപ്പിടി മുഴുവൻ കത്തി പോകും. അപ്പം അതിലുള്ള ആൾക്കാരും പോകും. അതെന്തോ നല്ല കാലത്തിന് ഇവൻ നോക്കണ നേരത്തായി അതിൻ്റെ വീഴ്ച. അങ്ങനെ സംഭവിച്ചത്. വെടിക്കെട്ടൊക്കെ എങ്ങനെയായിരുന്നു? വെടിക്കെട്ട് അന്ന് നല്ല വെടിക്കെട്ടല്ലേ. അവിടെ പള്ളിയിലെ വെടിക്കെട്ട്, പെരുന്നാളിൻ്റെ വെടിക്കെട്ടല്ലേ. ആ ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ലേ? ഇപ്പൊ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടോ? വലിയ ഗ്രൗണ്ട് ഇപ്പോഴും ഉണ്ട്. ആ വലിയ ഗ്രൗണ്ട് ഇപ്പോഴും ഉണ്ടല്ലേ.